സനാമ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. കണ്ടില്ലേ, കണ്ണൻ്റെ പടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണനെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം. നമ്മുടെ വീടിൻ്റെ കഥയൊക്കെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമേ അടയ്ക്കാറുള്ളൂ. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. എന്നാലും അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പഴയ വണ്ടിയിൽ സനാമയുടെ ഈ സ്വന്തം വണ്ടി വെക്കാനുള്ള സ്പേസ് ധാരാളം ഉണ്ടായിരുന്നു. വണ്ടി മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത് വെച്ചൊരു യാത്ര പോകുന്നത്. ഹായ്, നമസ്കാരം. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ക്ഷേത്രത്തിലേക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ വിവാഹം നടന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട് അവിടെ നിന്ന്. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്ത് അപേക്ഷകളൊക്കെ വെച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. പിന്നെ കണ്ണനെ കണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അമ്മയുണ്ട്, അമ്മയും പിക്ക് ചെയ്തിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. ഇനി അമ്പലത്തിൽ ചെന്നിട്ടുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ. വീടിൻ്റെ അവസ്ഥ മോശമായി വന്നത് എല്ലാവർക്കും ഒരുമിച്ച് കഴിയുന്നതിന് അല്പം പ്രയാസമായതിനാൽ അമ്മയൊക്കെ മറ്റൊരു വീട് ശരിയായപ്പോൾ ആദ്യം അങ്ങോട്ട് മാറി. താമസിയാതെ ഞങ്ങളും ഇങ്ങോട്ട് എത്തും. വീടിൻ്റെ പ്രായം ഏകദേശം 85-90 സനാമയ്ക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പുള്ളിക്കാരിക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വീട് ഉള്ളത്. ബാത്റൂം, കിച്ചൺ ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്രധാന കാരണം അത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ആയതുകൊണ്ട് മാറിയേ പറ്റൂ. ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ ഉത്സവം. ഉത്സവത്തിന് എല്ലാ കൊല്ലത്തെയും പോലെ വലിയ തിരക്കൊന്നും ഇക്കൊല്ലം അനുഭവപ്പെട്ടില്ല. അത് എന്താണാവോ. ഉത്സവത്തിന് വൈകിട്ട് ലൈറ്റൊക്കെയുള്ള ക്ഷേത്രം ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് പോയതാ. അപ്പോഴേക്കും പൊളിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം പകുതിയായി. വീട്ടിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. സനാമയെ ഞാൻ ആദ്യമായി നേരിൽ കാണാൻ വന്നപ്പോൾ ബസ് ഇറങ്ങിയത് ഈ ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. അന്ന് മനസ്സിൽ വന്ന ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ച് കല്യാണം നടത്തുക എന്നത്. പക്ഷേ ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഞങ്ങൾ ഒരുമിച്ചതിന് ശേഷം 8 വർഷങ്ങൾ വേണ്ടിവന്നു എന്ന് ചുരുക്കം. അതിൻ്റെ ഫലമായിട്ടാണോ എന്നറിയില്ല, ഇതിനിടയിൽ കഷ്ടപ്പാടുകൾ ഒരുപാട് നേരിടേണ്ടി വന്നു. പിന്നീട് പല വിദഗ്ധരും ബന്ധുക്കളും ഒക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കാലതാമസം വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ 2023 നവംബർ 2 ആ കടമ കൂടി അങ്ങ് നിർവഹിച്ചു. ആ ഒരു നിമിഷം ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ ഞങ്ങൾ പല മീഡിയാസിലും ന്യൂസ് ചാനലിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഏറ്റവും വലിയ ഒരു സങ്കടം എന്നിലുണ്ടായിരുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ അമ്മ കൂടില്ല എന്നത്. ആ ദുഃഖം ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുമാറുകയുമില്ല. എന്നാൽ അന്ന് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരുപാട് നല്ല മനസ്സുകളുണ്ടെന്നുള്ളത്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ സന്തോഷം. അതിനുള്ള തീർത്താൽ തീരാത്ത നന്ദി ഭഗവാന്റെ ഈ നടയിൽ വെച്ച് തന്നെ പറഞ്ഞോട്ടെ. ഇനിയും ഞങ്ങളുടെ ഈ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഒക്കെ ചെറിയ രീതിയിൽ ഒപ്പിയെടുത്ത് പങ്കുവെക്കാൻ ശ്രമിക്കും. അപ്പോഴെല്ലാം നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചോട്ടെ. ഇനി കുറച്ച് നാളുകൾ കൂടിയുള്ളൂ ഞങ്ങളുടെ ഈ കാത്തിരിപ്പ്. നമ്മുടെ കൂടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നിറചിരിയും കുസൃതികളും ഒക്കെയായി ഒരു കുട്ടിത്താരം. 8 വർഷത്തെ കാത്തിരിപ്പാണേ. ഈ കണ്ണൻ കൂടി തന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും കണ്ണനെ കണ്ട് കണ്ണൻ്റെ തൃക്കയിൽ നിന്നും വെണ്ണ വാങ്ങി സനാമയിലൂടെ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കും. നമ്മുടെ ചങ്ക് ബ്രോ സനാമയെ വലിയ ഇഷ്ടമാണ്. അതിനാൽ എപ്പോൾ വിളിച്ചാലും എന്ത് സാഹചര്യത്തിലും കൂടെ എത്തും. പിന്നെ ഈ ചേട്ടനെ പ്രത്യേകം പറഞ്ഞ് പറ്റൂ. ഞങ്ങളുടെ കല്യാണ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ സുപരിചിതമായിരിക്കും. കല്യാണ സമയത്ത് എല്ലാ കാര്യത്തിനും ഞങ്ങൾക്കൊപ്പം
ഒരു ജീവനക്കാരൻ എന്നതിനുപരി നമ്മുടെ കൂടെ തന്നെ അന്നും ഇന്നും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം ചേട്ടാ. എറണാകുളം ജില്ലയിലെ തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തെക്കൻ ഗുരുവായൂർ എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ ചതുർഭുജങ്ങളോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ചേരാനല്ലൂർ സ്വരൂപത്തിലെ കർത്താ കുടുംബവുമായി ബന്ധമുള്ള ഈ ക്ഷേത്രം പിന്നീട് കൊച്ചി രാജാവും ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്ന രാമവർമ്മ മഹാരാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മളിത് ചിറ്റൂർ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ സഞ്ജനയ്ക്ക് ഇപ്പോൾ നമുക്ക് ഒരു വിശേഷം ഉണ്ടായിരിക്കുന്നുണ്ട്. 5-ാം മാസം തികയുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ണനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായോ? കണ്ണനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ ഇനി മെയിനായിട്ടുള്ളൊരു സംഗതിയും കൂടിയുണ്ട്. വാഹനം പൂജ അടുത്ത തൊട്ടടുത്തുള്ള ഹനുമാൻ്റെ ക്ഷേത്രത്തിലാണ് വാഹനം പൂജിക്കുന്നത്. അപ്പോൾ നേരെ ഇനി വാഹന പൂജയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി എന്താണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കല്യാണത്തിൻ്റെ ഞങ്ങൾ അന്നത്തെ സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഓക്കെ, ശരി. ഇതാണ് ഹനുമാൻ്റെ അമ്പലം. ഇവിടെയാണ് നമ്മുടെ വണ്ടി പൂജിക്കാനുള്ളത്. ഇനി വണ്ടി പൂജിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വിശേഷങ്ങളൊക്കെ തീരുകയാണ്, ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വാഹനം കിട്ടിയതിന് ശേഷം യാത്രകളൊക്കെ തുടങ്ങാം, സനാമയുടെ ആഗ്രഹങ്ങൾ ഏറെക്കുറെ സാധിക്കാം എന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പോഴാണ് ആ വലിയ സന്തോഷം വന്നു ചേർന്നത്. ഇനി കുഞ്ഞുവാവയും ഒപ്പം യാത്രകൾക്ക് കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടുകൂടിയാണ് വാഹനം കിട്ടിയിട്ട് കുറേ ആയിട്ടും പ്രതീക്ഷിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയത്. എങ്കിലും ആദ്യം നമ്മുടെ പനമുറ്റം വേട്ടക്കരപ്പൻ ദേശദേവൻ്റെ ക്ഷേത്രത്തിലും കോതാട് തിരുഹൃദയ ദേവാലയത്തിലും പ്രധാനമായും നന്ദി പറയേണ്ട ഇടങ്ങളാണ് ഇതൊക്കെ. പിന്നെ പ്രധാനമായും വിഷ്ണുശാന്തിയുടെ അനുഗ്രഹവും നമ്മുടെ യാത്രകൾക്കൊക്കെ ഒരു അനുഗ്രഹം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യമായി പോയതിനാൽ മുടക്കം വന്നത് ചുനക്കരയിൽ മഹാദേവൻ്റെ അടുത്ത് എത്താൻ പറ്റാതെ പോയത് മാത്രമാണ്. സാഹചര്യം അത് ഭഗവാനെ നമ്മൾ അടുത്തറിയാവുന്നത് കൊണ്ട് എല്ലാം മംഗളമായി തന്നെ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സമയം എടുക്കുന്ന ഞാൻ അവനെ വിളിക്കുന്നത്. അത് എടുത്തതൊക്കെ കിട്ടിയാ തമ്പുരാനറിയാം. കിട്ടിയാണോ വല്ലതും?
ചില്ല് കാത്തോടി. മതി വണ്ടി. പുറയിലത്തെ തുറന്നേ. മതി എന്നാ വിട്ട് നിർത്തിക്കാൻ. നേരം ഒരുപാടായി. രാവിലത്തെ ഭക്ഷണം ക്ഷേത്രത്തിനടുത്തു നിന്നും വാങ്ങാം. സനമയുടെ പ്രിയപ്പെട്ട മസാല ദോശ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട്. ഈ ചൂടത്ത് ഒരു രക്ഷയില്ലതേ. വന്ന് കയറി ഇത്രയും സമയമെടുത്തു ഞങ്ങൾ വന്നപ്പോൾ. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാതെ പോയി. മരുന്ന് കഴിക്കാനുള്ളതൊക്കെ മുടങ്ങി. ഇന്നത്തെ ദിവസം മൊത്തം മുടക്കമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ഇളനീര് കുടിച്ചായിരുന്നു സനാമ. അപ്പോൾ ഇത് മസാല ദോശ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിച്ച് ഞങ്ങൾ ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ 5-ാം മാസം വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി 5-ാം തീയതിയാണ് ഈ മാസം. ഇപ്പോൾ ഇന്ന് 2 ഈ മാസം. അപ്പോൾ ഇനി 5-ാം തീയതിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. അന്നാണ് സ്കാനിങ് ഉള്ളത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താണ് സ്കാനിങ്ങിൻ്റെ വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.